ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ എന്താ ഡേറ്റ്? സത്യം പറഞ്ഞ ഡേറ്റ് ഓർമ്മയില്ല. എന്താ അറിയോ ദൈവമേ, എന്താണ് ഡേറ്റ്? ഇന്ന് തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് കേട്ടോ. ഒന്ന് സത്യം പറഞ്ഞല്ലേ, സ്കൂളിൽ കുട്ടിയുടെ ഡേറ്റ് എന്താണെന്നും കൂടെ ഓർമ്മയില്ല കേട്ടോ. ഡെയിലി ഒരുപോലെ തന്നെയല്ലേ പോകണത്. അപ്പോൾ രാവിലെ എണീറ്റ് ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞീനെ വെച്ചത് കേട്ടോ. കുക്കറിൽ വെച്ചിട്ടുണ്ട്, ഇപ്പോൾ ചൂടാറിയിട്ട് വേണം ഊറ്റാൻ. പിന്നെ ക്യാരറ്റ് ഉപ്പേരിയൊക്കെ അതാ വെച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൺപാത്രം വെക്കാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള പാത്രം ആണ്. പൈസ ഇല്ല. അയ്യോ, നല്ല പാത്രമുണ്ട്. മീൻകറി വയ്ക്കാനൊക്കെ അടിപൊളിയായിരുന്നു. കയ്യിൽ പൈസ ഇല്ല. അതുപോലെ എനിക്ക് നല്ല നോക്കി വാങ്ങാൻ അറിയില്ല. ഇനി അമ്മ വരുമ്പോൾ ഞങ്ങളുടെ അവിടെ ഈ പാത്രം ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല സൂപ്പർ പാത്രം വാങ്ങാൻ പറയണം അല്ലേ. മീൻകറിയൊക്കെ വെക്കണത് എൻ്റെ കയ്യിലുള്ളത് ചെറുതാ. കുട്ടികൾക്ക് കൂളുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ആ പാത്രത്തിലാണ് ഇപ്പോൾ ഞാൻ മീൻകറിയൊക്കെ വെക്കുന്നത്. കൂളൊന്നും അധികം ഉണ്ടാക്കിയില്ല. ഗ്യാസിൽ വെച്ച പൊട്ടും പറഞ്ഞിട്ട് ഒരുപാട് മയക്കാത്തത് കൊണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇനി വരുമ്പോൾ നല്ല ഭംഗിയുള്ള വലിയ പാത്രം വാങ്ങിയിട്ട് വരാൻ വേണം. മീൻ കറി വെക്കാനും ചിക്കൻ കറിയൊക്കെ മൺപാത്രത്തിൽ വെച്ചാൽ സൂപ്പറായിരിക്കല്ലേ. അപ്പോൾ അങ്ങനെയാണ് പോയപ്പോൾ സങ്കടം. അത്ര വിലയൊന്നും ഉണ്ടാവില്ലല്ലോ, പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല ഇപ്പോൾ. ശരി, കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ ബേബേൻ്റെ അടുത്ത് അയച്ചു തരാൻ പറയണം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്ന്, രാവിലേക്ക് ഉപ്പേരിയും കഞ്ഞിയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരാൾ പനി പനി പിടിച്ചിട്ട് അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം വെയിലത്ത് പോയിരുന്ന് തണുത്ത ജ്യൂസ് കുടിച്ചു എന്നാണ് കാരണം ഉണ്ടായത്. പനി പിടിച്ചിട്ട് ഇരിക്കണ കോപ്പാണ് കാണുന്നത്. പൊന്നൂസിനാണ് കേട്ടോ. വലിയ ആൾക്കാണ് പനി പിടിച്ചത്. ചെറിയ ആൾ 2 പേരും ഇരുന്ന് TV കാണുന്നുണ്ട്. നില മുഴുവൻ അസലായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ അധികം കാണില്ല തോന്നുന്നുണ്ട്. ഭയങ്കര വൃത്തികേടാക്കി കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി വൃത്തിയാക്കണം, തുടയ്ക്കണം. 2-3 ദിവസമായി തുടച്ചിട്ട്. കുഞ്ഞൂസുണ്ട് വീഡിയോയിൽ അല്ലേ. 2-3 ദിവസമായി തുടച്ചിട്ട് ഇതവിടെ മൂത്രം ഒഴിച്ചിട്ട് അതിൽ ട്രൗസർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൂസ്റ്റ് കളഞ്ഞിട്ടേ ഒട്ടാൻ തുടങ്ങി. 2 ദിവസമായിട്ടാണ് തുടച്ചിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് സാരി വെട്ടിയിട്ടൊരു ഫ്രോക്ക് തയ്ച്ചിട്ടേ. പഴയ സാരിയാണ്, അത് ഇഷ്ടപ്പെടാണ്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആ സാരീനെ ഞാൻ വന്നിട്ട് റീമേക്ക് ചെയ്യാൻ വന്നിട്ട് വിചാരിച്ചു. പിന്നെ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞത് എടുത്ത് വെച്ച് ലാസ്റ്റ് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാനൊരു ചേച്ചിയുടെ അടുത്ത് തയ്ക്കുന്ന ചേച്ചിയുടെ അടുത്ത് കൊടുത്തപ്പോൾ പൊട്ട സാരിയാണ്, അത് വെറുതെ തയ്ച്ച് പൈസ കളയണ്ടാന്ന് പറഞ്ഞു. പിന്നെയും എനിക്ക് മനസ്സ് വരുന്നില്ല. നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം വരില്ലല്ലോ. അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു, അതിനെ വെട്ടി തയ്ച്ചു. അപ്പോൾ ജസ്റ്റ് ആ ഒരു ഡ്രസ്സിൻ്റെ രൂപത്തിൽ തയ്ച്ചെടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ലൂസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് കറക്റ്റ് ഫിറ്റിങ് ആക്കണം. പക്ഷെ അത് കഴിഞ്ഞ് വലിയൊരു പണി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഉടുപ്പിൻ്റെ അടിവശമൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇത് അടിവശമാണ് കേട്ടോ, ഉൾവശം. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിവശം എൻഡ് തയ്ക്കണം. നല്ല കളറല്ലേ? ഇത് ഇങ്ങനത്തെ കളറില്ല. ഇത് സാരിയായിട്ട് തന്നപ്പോൾ ഒരു പ്രാവശ്യം പോലും ഉടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ സാരി ഉടുക്കുന്ന ഒരു രസമില്ല നമുക്കത്. എന്താണ് ചെയ്യില്ല. അതിൻ്റെ ലേസൊക്കെ വന്നിട്ട് ഇങ്ങനെ തന്നെ. അപ്പോൾ ജിഗിന്ന് സാരി ഉടുക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര അടിപൊളി. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചില്ല. വീഡിയോ വെക്കാൻ സ്റ്റാൻഡ് എടുക്കട്ടെ കേട്ടോ, ഫോൺ വെക്കാൻ. അല്ലാതെ എനിക്ക് നിവർത്തി കാണിച്ചു തരാൻ പറ്റില്ല. പിന്നെ അത് ഇട്ടിട്ട് ഞങ്ങളൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തയ്ച്ചതാണ്. പക്ഷേ നന്നായിട്ടുണ്ടാവും ഓംലേറ്റ്. പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൂർ പ്രാവശ്യം നടക്കുമെന്ന് തോന്നുന്നില്ല. വീഡിയോയിൽ നിർബന്ധം ടൂർ പോവാന്ന്. കാരണം എനിക്കൊരു വീഡിയോ കണ്ടന്റ് കിട്ടുമല്ലോ. പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല ഗൈസ്. പൊന്നൂസിന് പനിയും കൂടെ വന്നപ്പോൾ അവളെ വെച്ച് ടൂർ പോകാമെന്ന് പറഞ്ഞാൽ അവളെ വെച്ചിട്ടില്ല. പനി മാറിയാലും ബാക്കിയുള്ളവർക്ക് കണ്ട ഗൈസ് എങ്ങനെയുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് ഗൈസ്. ഇത് സാരിയുടെ ഒരു സൈഡ് മാത്രമേ വരുള്ളൂ.
ഫുള്ളായിട്ട് മുന്താണിയിൽ ഫുള്ളായിട്ടില്ല. ആകെ ഈ ഒരു നിക്കണ സ്വത്ത് ഇങ്ങോട്ട് നിൽക്കുക. അമ്മ വീഡിയോ എടുക്കില്ലേ? ചുളുങ്ങി കണ്ടോ, പഴയതാണ്. പക്ഷെ ഇത് അയൺ ചെയ്താൽ കറക്റ്റാകുമ്പോൾ വിചാരിക്കണം. അപ്പം ആ ഒരു ഭാഗത്തിന് മാത്രം ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ 2-3 കട്ട് ചെയ്ത് എൻ്റെ ഐഡിയയിൽ ചെയ്തതാണ്. കാരണം നല്ല രസമല്ലേ, മയിലാണ് കണ്ടോ, നല്ല ഭംഗിയില്ലേ ഗൈസ്. ഇതിന് ഇട്ട് കഴിഞ്ഞാൽ ഷേപ്പാക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ XXL അല്ല, വല്ലാതെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല ഗൈസ്, ഞാൻ തയ്യലൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മ ടൈലറാണ്. അപ്പം അമ്മ ഇങ്ങനെ തയ്ക്കുന്നത് കാണും. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോസുകളൊക്കെ കാണും കേട്ടോ. തയ്ക്കണതിൻ്റെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലേ, നമ്മൾ ശ്രദ്ധിക്കും. അപ്പം എങ്ങനെ അഭിപ്രായം പറയണേ. ഇത് ഇട്ടിട്ട് ഞാനൊരു റീല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നൊരു വലിയ ഡേ മൈ ലൈഫ് ആയിരിക്കും. എല്ലാവരും ഫുള്ളായി കാണണേ. നമ്മുടെ വീഡിയോസ് ഒക്കെ പോയി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളൊക്കെ ഇനി ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു പണിയുണ്ട് കേട്ടോ. അതെന്താ അറിയോ, അപ്പം ഇന്നലെ നല്ല മഴ പെയ്തു. രാത്രിയൊക്കെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നേരം വെളുത്തപ്പോഴാണ് മഴ നിന്ന് തോന്നുന്നു. എന്നിട്ട് നേരം വെളുക്കാനാകുമ്പോൾ നമ്മൾ നല്ല ഉറക്കമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടോ വേവേട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെണ്ടയ്ക്കയുടെ വിത്തും വെണ്ടയ്ക്ക ഒരിക്കൽ ഞാൻ കൃഷി ചെയ്തിട്ട് എനിക്ക് വലിയ ലാഭമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ അധികം വെണ്ടയ്ക്ക ഉപയോഗിക്കില്ലല്ലോ. പിന്നെ 4 എണ്ണം 2 എണ്ണം 3 എണ്ണം കിട്ടിയിട്ട് ആവില്ല അല്ലേ. ഡെയിലി സാമ്പാർ വെക്കില്ലേ, വെറുതെ ചെടിയിൽ നിന്നിട്ട് മൂത്ത് പോവായിരുന്നു കേട്ടോ. പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും വെണ്ടയ്ക്ക ഞാൻ എൻ്റെ വെണ്ടയ്ക്ക കൃഷി വിത്ത് വാങ്ങിയതല്ലേ, ഇടണം. കുട്ടികൾക്ക് ഫ്രൈ ചെയ്യണതാണ് ഇഷ്ടം. അങ്ങനെ എന്തായാലും വെക്കാം അവർക്ക് വേണ്ടിയിട്ട് അല്ലേ. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല സാമ്പാറിലും കറിയിലും ഇടുമ്പോൾ, അത് ഇഷ്ടമല്ല. ഇവിടെ മാളൂട്ടിക്കാണ് വെണ്ടയ്ക്കപ്പുളി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉപ്പേരി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ വിശർത്ത് കുളിക്കാൻ തുടങ്ങി. നമുക്ക് കാണുന്നുണ്ടോ, എനിക്ക് ചൂട് താങ്ങില്ല. അപ്പോൾ അങ്ങനെ ഉപ്പേരിയിൽ ഉപ്പുണ്ടോ നോക്കിയില്ല കേട്ടോ. ഉപ്പുണ്ട്. നമ്മുടെ ഉപ്പേരി ഇതാ സെറ്റായി. തേങ്ങ ഇടുന്നില്ല കേട്ടോ. എനിക്ക് തേങ്ങയിട്ട് ഇഷ്ടമാണ്, പക്ഷെ പിള്ളേർക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല, അവർ തിന്നില്ല. അപ്പോൾ പിന്നെ തേങ്ങ ഇടുന്നില്ല. ബേബേട്ടനുണ്ടെങ്കിൽ പിന്നെ ഞാൻ മെനക്കെട്ട് തേങ്ങ ഇടുള്ളൂ. അപ്പോൾ ഉപ്പേരിയായി, കഞ്ഞിയായി. ഇപ്പോൾ പപ്പടം കാച്ചുന്ന ഇന്നലെ കാച്ചി വെച്ച എണ്ണ അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് ഒതുക്കി വെക്കണം. വലിയ പാത്രം കഴിയുന്ന പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കൽ മാത്രമുള്ള അടുക്കളപ്പണി പറയാം. പിന്നെ ഒന്നും എല്ലാവരും തുടച്ച് വിടണം പറഞ്ഞില്ലേ, അതുപോലെ വിത്തും. പിന്നെ നമ്മുടെ ഫേവറേറ്റ് വിത്ത് ഞാൻ പറഞ്ഞില്ല അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെള്ളമുളക്, ചീനിമുളക്. അതിങ്ങനെ വറുത്തിട്ട് പച്ചയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് എണ്ണ വെച്ച് വറക്കില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തെങ്കിലും കൃഷി ചെയ്ത് നിറയെ ഉണ്ടാവുമല്ലോ, ചെടി ഒരെണ്ണം പിടിച്ചാൽ തന്നെ നിറയെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണണം എനിക്ക് ഉണ്ടായിട്ട് എന്നുള്ള ആ ഒരു ഫീലിൽ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ചെയ്യാം. നമ്മുടെ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂടി വെക്കട്ടെ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് കടയുണ്ട്, സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുക്കണ പോലെ അല്ല. പിന്നെ ഒക്കെ ഇവിടെ എല്ലാം വൃത്തിയാക്കാനുണ്ട്. തുണികളൊക്കെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അവർ എത്ര ക്ലീൻ ചെയ്താലും പിന്നെയും പിള്ളേരുള്ള വീടല്ലേ, അങ്ങനെ തന്നെ അവർ വലിച്ചിട്ടുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ അടുക്കള വാതിൽ തുറന്നിട്ടില്ല കേട്ടോ. രാവിലെ പോയി ഉമ്മർത്ത് പോയി കുറച്ച് നേരം നിന്ന് മഴ പെയ്തതൊക്കെ നോക്കിയിട്ട് സിറ്റ് ഔട്ടൊക്കെ ഫുള്ള് കാറ്റത്ത് പൊടിയും മണ്ണൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ അതിൻ്റെ അവസ്ഥ കേട്ടോ. ഉണ്ടോ, ഫുള്ള് ചവിട്ടിയ തുണി ഇട്ടുണ്ടായിരുന്നതാണ് മാക്സി. അതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ അങ്ങനെ മണ്ണും പൊടിയാണ്. അപ്പം ഞാൻ വീഡിയോ കൊണ്ട് പുറത്ത് വരാൻ കാരണം മഴ പെയ്തപ്പോൾ എന്തൊരു തണുപ്പാണ് പുറത്തിറങ്ങുമ്പോൾ. എൻ്റെ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട്, തുണി ഇട്ട് വെച്ചിട്ടുണ്ട്. തിരുമ്പിയതാണ് സോപ്പ് വെള്ളം കൊണ്ട്. എൻ്റെ ഇല്ല കൊയ്യാക്ക ചെടിയുടെ അവസ്ഥ നോക്ക് ഗൈസ്. കൊയ്യാക്ക പിടിച്ചതാണ്, കാറ്റത്ത് അത് ചെരിഞ്ഞു. കണ്ടോ, നല്ല ഹൈറ്റ് വെച്ചതായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെരിഞ്ഞു പോയി. ഇനിയിപ്പോൾ അത് വേവേട്ടം വന്നിട്ട് വേണം നിവർത്താൻ. ഞാൻ നിവർത്താൻ നോക്കി, എന്തോ പൊട്ടണ ഒരു സൗണ്ട് വരുന്നു. അപ്പോൾ അത് റിസ്ക്കാണ് പറഞ്ഞിട്ട്. നല്ല സൂപ്പർ കൊയ്യാക്ക ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, മൊത്തം ചെരിഞ്ഞ് വളഞ്ഞ് നിൽക്കുന്നുണ്ട് എല്ലാ ചെടികളും. അതിലത്തെ നല്ല കാറ്റായിരുന്നു. ആദ്യമായിട്ട് പെയ്തത് കേട്ടോ നല്ല മഴ. പ്രാവശ്യത്തെ വേനൽക്കാലം കഴിഞ്ഞിട്ട് പെയ്ത ആദ്യ മഴയാണ്. കഴിഞ്ഞിട്ടല്ല, ആദ്യം പെയ്ത മഴ. കണ്ടോ, കൊയ്യാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാവിലെ എണീറ്റ് മാളൂട്ടി പല്ല് തേക്കാൻ വന്നിട്ട് 2 എണ്ണം ഇതുപോലത്തെ പൊട്ടിച്ചിട്ട് വന്നിരിക്കുക ഗൈസ്. എന്നിട്ട് ഞാൻ ചീത്ത പറഞ്ഞു. എന്നിട്ട് അവളെ കൊണ്ട് തന്നെ തീറ്റിപ്പിച്ചു. അത് തിന്നാലേ അവൾ ഇനി പൊട്ടിക്കാതിരിക്കുള്ളൂ കശക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ
ഞാൻ എന്തായാലും അടുക്കളപ്പണിയൊക്കെ നോക്കട്ടെ. ഇന്നലെ കുറച്ച് ഈ ഒരു ഭാഗത്ത് മാത്രം പുല്ല് കുത്തിയിട്ടുണ്ട്, ബാക്കി എവിടെയും പുല്ലില്ല. ഇവിടെ മാത്രം ഇത്തിരി പുല്ല് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇന്നലെ ചെത്തി. ഇവിടെയാണ് ഞാൻ മുളകും മറ്റേ വെണ്ടയ്ക്കയുടെയൊക്കെ ചെടി നടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒന്നും കൂടെ കുറച്ചും കൂടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കട്ടെ. ആയല്ലോ, ഫുഡൊക്കെ ആയല്ലോ. ആയിക്കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ചെയ്യണമെന്നില്ല, സമയം നോക്കലൊന്നുമില്ല, കൊടുക്കും. എത്ര നേരത്തെ ആയാലും എത്ര വൈകിട്ടായാലും ഫുഡ് ആയാലും അപ്പം തന്നെ കഴിക്കാൻ കൊടുക്കും കേട്ടോ. അങ്ങനെയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പണികളൊക്കെ ചെയ്യാം. അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. കുഞ്ഞൂസേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറ. സബ്സ്ക്രൈബ് പറ പ്ലീസ്. പ്ലീസ് പ്ലീസ് പറയൂ. ആ, സബ്സ്ക്രൈബ് പറ. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ്. അയ്യോ, അവൻ എന്ത് പറഞ്ഞാലും അല്ലേ അമ്മ പ്ലീസ് കളിക്കാൻ പോട്ടെ പോട്ടെ പ്ലീസ് ചോദിക്കും. അതുപോലെ എന്തെങ്കിലും തിന്നാൻ വേണം വെച്ചാൽ അമ്മ പ്ലീസ്, അമ്മ പ്ലീസ്, കുറച്ച് ഇതാണ് കുറച്ച് കുറച്ച് പ്ലീസ്, ടി വി ഇടട്ടെ പ്ലീസ്, എല്ലാം പ്ലീസ്. പിന്നെ കൈയൊക്കെ ഇങ്ങനെ കൂപ്പിട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പാവം തോന്നും. ചേച്ചിമാർ പഠിപ്പിച്ചു കൊടുത്താൽ കേട്ടോ. അവന് ചില വേർഡ്സുകളൊക്കെ അങ്ങനെ പറയാൻ കിട്ടില്ലല്ലോ, അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നോ, യെസ്, പ്ലീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ ഇന്ന് കൊയ്യാക്ക ചേച്ചി പൊട്ടിച്ചപ്പോൾ അവൻ പറയണേ ചേച്ചി നോ. എൻ്റെ അടുത്ത് പറയാം ചേച്ചി കൊയ്യാക്ക പറയാൻ കിട്ടില്ലല്ലോ, അപ്പോൾ ചേച്ചി നോ, പൊട്ടിക്കാൻ പാടില്ല എന്ന്. പിന്നെ എന്താ പറയണ്ടെന്നല്ലോ, ഞാൻ യെസ്, ഞാൻ പൊട്ടിച്ചിട്ടില്ല എന്ന്. ചേച്ചി നോ പൊട്ടിക്കരുത്, അവൻ യെസ് പൊട്ടിച്ചിട്ടില്ല. ഗുഡ് എന്നുള്ള രീതിയിൽ പറയുക എന്നൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് പണി തുടങ്ങാം. ഞാൻ വേഗം പപ്പടം കാച്ചുന്നുണ്ട് കേട്ടോ. പപ്പടം കാച്ചാൻ നമ്മൾ മറന്നല്ലോ. അപ്പോൾ പപ്പടം കാച്ചി വേഗം കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടി വി ഇട്ട് കൊടുത്ത് സ്പൈഡർമാൻ വെച്ച കുഞ്ഞൂസ് ഇത്തിരിയൊക്കെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർക്കൊക്കെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റൂം വൃത്തിയാക്കാൻ വിചാരിച്ച് ഇന്നലത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാം. കുഞ്ഞൂസിന് പനിയല്ലേ, അപ്പോൾ പിന്നെ ഇത്തിരിയും കൂടെ കുറച്ചും കൂടെ വൃത്തിയായിരുന്നു, നമുക്ക് അസുഖങ്ങൾ വേഗം മാറും. അതുകൊണ്ട് ബെഡ്ഷീറ്റും തലോണ കവറും എല്ലാം മാറ്റുന്നുണ്ട് കേട്ടോ. എല്ലാം മാറ്റി പുതിയത് വിരിച്ചു കൊടുത്തു. പിന്നെ ഇടയ്ക്ക് മാളൂട്ടിക്ക് ഇത്തിരി ചീച്ചി വയ്ക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഷീറ്റൊക്കെ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവൾ എന്നെ ചീത്ത പറയും കേട്ടോ. അത് വേറെ അമ്മ എന്തിനതൊക്കെ പറഞ്ഞ് പറയും കേട്ടോ. ഇരിക്കട്ടെ, കാര്യമില്ല അല്ലേ. പിന്നെ അതാ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളായിരുന്നു പൊന്നൂസ്. പാവം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ചാരി ഇരിക്കണ കണ്ടില്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു നീ കിടന്നോ പറഞ്ഞു കേട്ടോ. പുതപ്പിലില്ലേ, ഞാൻ തിരുമ്പണ സമയത്ത് വേറൊരു തുണിയുടെ കളർ വന്നു കേട്ടോ. അതാണ് വൈറ്റിൽ ചില സ്ഥലത്ത് ഓറഞ്ച് കളർ കണ്ടോ, വേറെ തുണിയുടെ കളർ ഇളകിയതായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ വേഗം അടിച്ചു കോരി കേട്ടോ. എന്നിട്ട് പിള്ളേരുടെ അടുത്ത് റൂമിൽ കളിച്ചോ പറഞ്ഞു കേട്ടോ. എല്ലാ തുണിയും എടുത്തിട്ട് തിരുമ്പാനുള്ളത് ഡൈനിങ് ഹാളിൽ ഇട്ടപ്പോൾ മൊത്തം ഡൈനിങ് ഹാൾ നോക്കുക അലങ്കോലമായി. പിന്നെ എത്ര തുണി എടുത്ത് വെച്ചിട്ട് ഇവിടെ കാര്യമൊന്നുമില്ല കേട്ടോ. കുഞ്ഞൂസ് ഇങ്ങനെ കുടമാറ്റം പോലെ ട്രൗസർ മാറ്റിക്കൊണ്ടേയിരിക്കും ബനിയനും. അപ്പം ഇങ്ങനെ എന്നിട്ട് അവൻ ഊരിയിട്ട് തോന്നിയവിടെയൊക്കെ ഇട്ട് നടക്കും കേട്ടോ. അതെടുത്ത് വെക്കാനും പിന്നാലെ നടക്കാനും നിന്നാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വൃത്തിയാക്കും, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ വിടും കേട്ടോ. പിന്നെ വൈകുന്നേരം വൃത്തിയാക്കുള്ളൂ. അങ്ങനെ 2 പ്രാവശ്യം ഒരു ദിവസം വൃത്തിയാക്കുള്ളൂ. പിന്നെ ഒരു എന്തെന്നെ കാട്ടിയാലും ഞാൻ ആ ഭാഗത്ത് കൂടെ നോക്കില്ല കേട്ടോ. അതായത് വെള്ളം തട്ടിക്കളയുക, എന്തെങ്കിലും ഭക്ഷണമൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാക്കുക എന്നല്ലാതെ ഈ പേപ്പറും തുണിയൊക്കെ വലിച്ചെറിയണത് എടുത്ത് വെക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മതിയാവും കേട്ടോ. ഞാൻ ഒരാളെ കൊണ്ട് 3 പേരെ നോക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ആരും സഹായത്തിനില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ സമാധാനത്തിനുള്ള രീതിക്ക് ഞാൻ വൃത്തിയാക്കി വെക്കും കേട്ടോ. പിന്നെ അതൊന്നും കുഴപ്പമില്ല, കുട്ടികൾ വലുതാകുമ്പോൾ നമുക്കൊക്കെ ശരിയാക്കുക അല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പിന്നെ തുടച്ചൊക്കെ വൃത്തിയാക്കുമ്പോഴേക്കും പച്ചക്കറിക്കാരൻ വന്നു കേട്ടോ. സിറ്റ് ഔട്ട് മാത്രമേ തുടച്ചുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് വേഗം പോയി പച്ചക്കറി വാങ്ങിയിട്ടോ. ഉള്ളിയും ക്യാരറ്റ് ചേന അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ. ബാക്കി ബേബേട്ടൻ വന്നിട്ട് വാങ്ങാൻ വിചാരിച്ചു കേട്ടോ. മാർക്കറ്റിൽ പോകുമ്പോൾ നല്ല പച്ചക്കറി കിട്ടുമല്ലോ. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മൂത്രത്തുണി അങ്ങനെയുള്ളതൊക്കെ തിരുമ്പിയിട്ട് കേട്ടോ. കാരണം വീട് ക്ലീനാക്കിയപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും ശാന്തിയും അല്ലേ. ഇനിയിപ്പോൾ ബാത്റൂമും കൂടെ കഴുകണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ കുട്ടികൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഞാൻ ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തേ. പിന്നെ എനിക്ക് ചായ കുടിക്കാൻ പറഞ്ഞ് നോക്കുമ്പോൾ പാലില്ല. ഗൈസ്, സങ്കടം വന്നു. എന്താ പറയുക, പണിയെടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞൊരു ചായ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് അല്ലേ. എന്തായാലും ചായ ഇല്ല. അപ്പോൾ ഈ പൊക്കവട ഉണ്ടായിരുന്നു, അപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ നെയ്സ് ഉള്ളതാണ് ഇഷ്ടം, പക്ഷെ അത് ഇത്തിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, കാര്യമില്ല പറഞ്ഞ് ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ ഇരുന്ന് പിറുപിറുക്കണതില്ലേ ഓഡിയോ, അതിൽ പറഞ്ഞത് ഇടാമെന്നാണ് വിചാരിച്ചിട്ടോ, പക്ഷെ അത് ശരിയായില്ല.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡ്രസ്സ് തയ്ക്കണം എന്നുള്ളത്, അതൊന്നും നടന്നില്ല കേട്ടോ അന്നത്തെ ദിവസം വൈകുന്നേരം. പിന്നെ ചെടി വിത്തിടുന്നത് അന്ന് ചെയ്തില്ല. പിന്നെ ഒരു ദിവസം കേട്ടോ ഞാൻ വിത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് മുളയ്ക്കുമ്പോൾ ഞാൻ കുത്തി ഇടുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. ടാറ്റാ.